ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനായി ഇന്ന് അമേരിക്കയിലെത്തും. മുൻപാണെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള കൂടിക്കാഴ്ചയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഒട്ടും മനുഷ്യത്വമില്ലാതെ കൈക്കാലുകൾക്ക് വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചതിൻ്റെ രോഷം രാജ്യത്ത് അലയടിക്കുന്ന സാഹചര്യത്തിലാണ് മോദി അമേരിക്കയിലെത്തുന്നത്. ഇതുവരെ കടുത്ത വിമർശനമോ നടപടികളോ ഒന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തുന്ന ഉയർന്ന താരിഫിന് ട്രംപും സന്തുഷ്ടനല്ല. ഒപ്പം സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാതെ അപമാനിച്ചതിൻ്റെ നീരസവും മോദിക്കുണ്ട്. എന്നാൽ 3 വർഷം മുമ്പ് നിർത്തിവച്ചിരുന്ന 6 നൂതന P-81 ലോങ് റേഞ്ച് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തയ്യാറായാൽ ബന്ധം മെച്ചപ്പെടാനും കൂടിക്കാഴ്ച സഹായിച്ചേക്കും. ട്രംപ് 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മോദിയുടെ ആദ്യ ഉഭയകക്ഷി US സന്ദർശനമാണിത്. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ലെങ്കിലും പുതിയ ഭരണകൂടം അധികാരമേറ്റ് ആഴ്ചകൾക്കുള്ളിൽ വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന തിരഞ്ഞെടുത്ത ചില വിദേശ നേതാക്കളിൽ ഒരാളായാണ് മോദി എത്തുന്നത്. ഫെബ്രുവരി 12-ന് വൈകുന്നേരം പ്രധാനമന്ത്രി വാഷിംഗ്ടണിൽ വിമാനമിറങ്ങുമെന്നും അടുത്ത ദിവസം പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയുടെ കൃത്യമായ സമയം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അന്തിമ ഷെഡ്യൂൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ നാടുകടത്തൽ വിഷയം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷ. ശേഷിക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവരുമ്പോൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടേക്കും. കഴിഞ്ഞ ആഴ്ച 104 ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് അമേരിക്ക മനുഷ്യർക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കിവിട്ടത്. ഇന്ത്യയുടെ 10-1 ശക്തി പോലുമില്ലാത്ത രാജ്യങ്ങൾ സൈനിക വിമാനങ്ങൾക്ക് പകരം സ്വന്തം വിമാനങ്ങൾ നൽകി പൗരന്മാർക്ക് വില കൽപ്പിച്ചപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്യാതിരുന്നത് ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. അമേരിക്കയുടെ മനുഷ്യത്വമില്ലാത്ത ഈ നടപടിയിൽ തുടക്കത്തിൽ പ്രതികരിക്കാൻ പോലും ഭരണകൂടം തയ്യാറായില്ല. ഒടുവിൽ വിമർശനങ്ങൾ വർദ്ധിച്ചപ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയം US-നെ ആശങ്ക അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ചർച്ചയിൽ മോദി എത്രത്തോളം വിഷയം ഗൗരവമായി അവതരിപ്പിക്കുമെന്ന് കണ്ടറിയണം. അതേസമയം വ്യാപാരം, ഇറക്കുമതി തീരുവ, പ്രതിരോധ രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളും മോദിയും ട്രംപും ചർച്ച ചെയ്യും. ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വൻതോതിൽ വർദ്ധിപ്പിച്ച ട്രംപ് ഇതുവരെ ഇന്ത്യയുടെ കാര്യത്തിൽ നിലപാട് എടുത്തിട്ടില്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് തായ്ലൻഡും. കൂടുതൽ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ തീരുവ ഏർപ്പെടുത്തുന്ന കാര്യം അമേരിക്കൻ ഭരണകൂടം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവയേക്കാൾ 10% കൂടുതലാണ് ഇന്ത്യ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഈടാക്കുന്നത്. ഈ അസമത്വം ഒഴിവാക്കാൻ ട്രംപ് തീരുമാനിച്ചാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഉണ്ടാവുക. ഇതിനിടെ P-81 ലോങ് റേഞ്ച് സമുദ്ര പെട്രോളിംഗ് അന്തർവാഹിനി വിമാനങ്ങൾ US-ൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി 6 എണ്ണം വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. നാവികസേനയ്ക്ക് ഇതിനകം 12 P-81 വിമാനങ്ങളുണ്ട്. ഈ ശേഷി വർദ്ധിപ്പിക്കാനാണ് നീക്കം. 3 വർഷം മുമ്പ് നിർത്തിവച്ചിരുന്ന വാങ്ങൽ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ ഇന്ത്യക്ക് മുമ്പത്തേക്കാൾ പണം കൂടുതൽ ചെലവ് വരും. എങ്കിലും ഈ നഷ്ടം സഹിച്ചും ആയുധ കച്ചവടത്തിലേക്ക് ഇന്ത്യ ശ്രദ്ധ കൊടുക്കുന്നത് ട്രംപുമായുള്ള സൗഹൃദത്തെ നിലനിർത്തുക കൂടി ലക്ഷ്യമിട്ടാണ്. പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ജനുവരി 27-ന് മോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ അമേരിക്കയിൽ നിന്നുള്ള ആയുധ സംവിധാനങ്ങളുടെ സംഭരണം വർദ്ധിപ്പിക്കാൻ ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇതിൽ തീരുമാനം ഉണ്ടായേക്കും. അതേസമയം മോദി അവസാനമായി US സന്ദർശിച്ചത് 2017 ജൂണിലാണ്. ട്രംപ് 2020 ഫെബ്രുവരിയിൽ സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് വന്നിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.